ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. കഴിഞ്ഞ ലാലിഗ മത്സരത്തിൽ FC ബാഴ്സലോണ വിയ്യാറയലിനോട് പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. 2-നെതിരെ 3 ഗോളുകൾക്കായിരുന്നു വിയ്യാറയൽ ബാഴ്സയെ പരാജയപ്പെടുത്തിയത്. മത്സരത്തിൽ ഗോൾ കീപ്പറായ ടെർ സ്റ്റീഗൻ മോശം പ്രകടനമാണ് നടത്തിയത്. അതിന്റെ പേരിൽ വലിയ വിമർശനങ്ങൾ അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വരുന്നുണ്ട്. ഒരു മികച്ച ഗോൾ കീപ്പറെ കൊണ്ടുവരണം എന്ന് പല ബാഴ്സ ആരാധകരും ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട്. ടെർ സ്റ്റീഗൻ സമീപകാലത്ത് മോശം പ്രകടനമാണ് നടത്തുന്നത്. ഷെസ്നി അവിടെയുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രായം പരിഗണിക്കേണ്ട ഒരു വിഷയമാണ്. വിരമിക്കൽ പ്രഖ്യാപനം പിൻവലിച്ചുകൊണ്ട് തിരികെ വന്ന താരമാണ് ഷെസ്നി. അതുകൊണ്ട് തന്നെ പുതിയ ഒരു ഗോൾ കീപ്പറെ വേണം, അല്ലെങ്കിൽ ഒരു യുവതാരത്തെ വേണം എന്ന് പലരും ആവശ്യപ്പെടുന്നുണ്ട്. എങ്ങനെയാണ് FC ബാഴ്സലോണയിലെ ഗോൾ കീപ്പിംഗ് സിറ്റുവേഷൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്? ഡയാരിയോ എസ് ഉൾപ്പെടെയുള്ള ചില മാധ്യമങ്ങൾ അപ്ഡേറ്റുകൾ നൽകിയിട്ടുണ്ട്. അത് ഓരോന്നായിക്കൊണ്ട് നമുക്ക് പരിശോധിക്കാം. പുതിയ ഒരു ഗോൾ കീപ്പറെ കൊണ്ടുവരാൻ അല്ലെങ്കിൽ സൈൻ ചെയ്യാൻ FC ബാഴ്സലോണക്ക് താല്പര്യമുണ്ട്. എന്നാൽ രണ്ടിലൊരു ഗോൾ കീപ്പർ ക്ലബ്ബ് വിടേണ്ടത് ഇവിടെ അനിവാര്യമാണ്. ടെർ സ്റ്റീഗന്റെ കാര്യത്തിൽ FC ബാഴ്സലോണക്ക് ഇപ്പോൾ സംശയങ്ങൾ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. സമീപകാലത്ത് അദ്ദേഹത്തിന്റെ പ്രകടനം മോശമാവുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ താരത്തെ FC ബാഴ്സലോണ ഒഴിവാക്കാൻ സാധ്യതയുണ്ട്. ഷെസ്നി തന്റെ ഭാവിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഫൈനൽ ഡിസിഷൻ ഇതുവരെ എടുത്തിട്ടില്ല. ഈ ആഴ്ച തന്നെ താരം തന്റെ തീരുമാനം ക്ലബിനെ അറിയിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഷെസ്നി ക്ലബ്ബ് വിടാൻ തീരുമാനിക്കുകയാണെങ്കിൽ എന്തായാലും FC ബാഴ്സലോണ ഒരു പുതിയ ഗോൾ കീപ്പറെ കൊണ്ടുവന്നേക്കും. നിലവിൽ ജോൺ ഗാർഷ്യ എന്ന ഗോൾ കീപ്പർക്കാണ് ബാഴ്സലോണ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്നത്. എസ്പെനോളിന് വേണ്ടി തകർപ്പൻ പ്രകടനം പുറത്തെടുക്കുന്ന സ്പാനിഷ് ഗോൾ കീപ്പറാണ് ജോൺ ഗാർഷ്യ. അദ്ദേഹത്തെ കൂടാതെ എമിലിയാനോ മാർട്ടിനസ്, ബാർട്ട് വെർബ്രൂഗൻ, ലുക്കാസ് ഷെവലിയർ എന്നിവരെയും FC ബാഴ്സലോണ പരിഗണിക്കുന്നുണ്ട്. പക്ഷേ പുരോഗതികൾ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല എന്ന കാര്യം കൂടി മാധ്യമങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ചുരുക്കത്തിൽ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. അതായത് ടെർ സ്റ്റീഗൻ, ഷെസ്നി എന്നിവരിൽ ആരെങ്കിലും ക്ലബ്ബ് വിടുകയാണെങ്കിൽ തീർച്ചയായും ഒരു പുതിയ ഗോൾ കീപ്പറെ FC ബാഴ്സലോണ സൈൻ ചെയ്തേക്കും. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.